ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു. അതും ഈ തീവ്രവാദികളുടെ ഭാഗം തന്നെയാണ്. അത് കഴിഞ്ഞ് മുകളിൽ പോയി ഐശ്വര്യത്തിൽ പിടിച്ചു, തിരിച്ചു വന്നു. പഹൽഗാം എന്ന് പറയുമ്പോൾ ആ ഒരു ഓർമ്മകളെ വല്ലാതെ സ്പർശിക്കുന്നു. നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ഡോക്ടർ അംബേദ്കർ പഠിക്കാനായിട്ട് അദ്ദേഹം കോളേജിലേക്ക് പോയി. പഠിക്കാൻ എളുപ്പമുള്ള കാര്യമില്ല. കോളേജിലൊക്കെ പോയി പഠിക്കാനും ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക്, ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലുള്ള അസ്പർശനായ ഒരാൾക്ക്, ബാലനെ, ചെറുപ്പക്കാരൻ, സ്റ്റുഡൻസിന് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ. പക്ഷെ അവിടെയും ഒരു ദൈവികമായ ഒരു വരദാനം ഡോക്ടർ അംബേദ്കർ ഉണ്ടായി. ബറോഡ മഹാരാജാവ് നേരിട്ട് വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്കോളർഷിപ്പ് തരാം എന്ന് പറഞ്ഞ് സ്കോളർഷിപ്പ് കൊടുത്ത് പഠിച്ചു വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അദ്ദേഹം നിലവാരങ്ങളിൽ തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരു ഉത്തരവാദിത്തമുള്ള ഒരു പൗരൻ എന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കണമെന്ന് തോന്നി ഇറങ്ങി വന്നു. ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായി. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നു. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൂടെ പുള്ളി ഉദ്ഘാടനം പറഞ്ഞ് കോൺഗ്രസ്